Hello dear students, welcome back to English Cafe. ഇന്ന് നമ്മൾ കുറേ റൂൾസും കാര്യങ്ങളും ഒന്നുമല്ല പഠിക്കാൻ പോകുന്നത്. എന്നാൽ പഠിക്കാൻ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഇന്ന് നമ്മുടെ ടോപ്പിക്കിൻ്റെ പേരാണ് ഫ്രേസൽ വെർബ്സ്. ഫ്രേസൽ വെർബ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പല വെർബ്സും നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഒരു വെർബിൻ്റെ കൂടെ നമ്മൾ ചെറിയൊരു ഫ്രേസും കൂടി ചേർത്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഫ്രേസൽ വെർബ് എന്ന് പറയാം. എന്നാൽ ഇതിന് വേറെ തന്നെ ഒരു മീനിങ്ങും ആയിരിക്കും. അതായത് ഈ വെർബായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മീനിങ് ഒന്നും ആയിരിക്കില്ല. ഓക്കെ, സോ നമ്മളൊരു വെർബ് എടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ചെറിയൊരു ഫ്രേസ് എന്ന് പറഞ്ഞാൽ 1, 2, 3 ലെറ്റേഴ്സ് ഉള്ള ഒരു കുഞ്ഞു വാക്കിനെ നമ്മൾ ചേർത്ത് കൊടുത്താൽ അതിന് വേറെ തന്നെ പുതിയൊരു മീനിങ് വരും. അതാണ് നമ്മുടെ ഫ്രേസൽ വെർബ്. സോ പല സാഹചര്യങ്ങളിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന പല ഫ്രേസൽ വെർബ്സ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ. ഓക്കെ, സോ ആദ്യത്തെ സാഹചര്യം എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിൽ യൂസ് ചെയ്യാൻ പറ്റിയ ചില ഫ്രേസൽ വെർബ്സ് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യത്തേത് പുട്ട് ഓൺ ആണ്. സോ ഞാൻ ആദ്യത്തേതിൽ നമുക്ക് കറക്റ്റായിട്ട് എക്സ്പ്ലനേഷൻ പറഞ്ഞുതരാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. പുട്ട് ഓൺ എന്നുള്ളതിൽ നമ്മുടെ വേർബ് എന്ന് പറയുന്നത് പുട്ടാണ്. പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇടുക എന്നുള്ളത്. പുട്ട് ഹിയർ എന്നൊക്കെ പറയില്ല, ഇവിടെ ഇടുക എന്ന് പറയില്ല, അതാണ് പുട്ട്. പക്ഷെ ഇതിൻ്റെ കൂടെ ചെറിയൊരു ഫ്രേസ് ഞാൻ യൂസ് ചെയ്തു, അതാണ് ഓൺ. പുട്ട് ഓൺ. അപ്പം ഇതിൻ്റെ മീനിങ് വേറെ തന്നെയാണ്. ഇവിടെ ഇടുക എന്നുള്ളതിന് യാതൊരുവിധ ബന്ധവുമില്ല പുട്ട് ഓൺ എന്നുള്ളൊരു ഫ്രേസൽ വെർബിന്. പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാര്യം നമ്മൾ ധരിക്കുന്നതിനെയാണ് നമ്മൾ പുട്ട് ഓൺ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ഡ്രസ്സ് ഇടുന്നതായിരിക്കാം, ഒരു ചെരുപ്പ് ഇടുന്നതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ആക്സസറീസ് ഇല്ലേ, വള, മാല, വാച്ച്, ഇതൊക്കെ ഇടുന്നതായിരിക്കാം. സോ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഇടുന്നതിനെയാണ് നമ്മൾ പുട്ട് ഓൺ എന്ന് പറയുന്നത്. എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഐ നീഡ് ടു പുട്ട് ഓൺ മൈ ഷർട്ട്. എൻ്റെ ഷർട്ട് എനിക്ക് ഇടണം. ഓക്കെ, സോ ഒരു കാര്യം ഇടുന്നതിനെയാണ് നമ്മൾ പുട്ട് ഓൺ എന്ന് പറയുന്നത്. സോ പുട്ടായിട്ടൊരു ബന്ധവുമില്ല, ഓൺ ആയിട്ടൊരു ബന്ധവുമില്ല. പുട്ട് ഓൺ ഒരുമിച്ച് വരുമ്പോൾ വേറെ തന്നെ മീനിങ് ആണ്. അതാണ് ഫ്രേസൽ വെർബ്. മനസ്സിലായോ? ഓക്കെ, സോ പുട്ട് ഓൺ മനസ്സിലായി. ഒരു കാര്യം ധരിക്കുക എന്നുള്ളതിനെയാണ് പുട്ട് ഓൺ എന്ന് പറയുന്നത്. അടുത്തത് ടേക്ക് ഓഫ് ആണ്. പുട്ട് ഓണിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഒരു കാര്യം ഇടുന്നതിന് നമ്മൾ പുട്ട് ഓൺ എന്ന് പറയുകയാണെങ്കിൽ ഒരു കാര്യം ഊരുന്നതിന് നമ്മൾ ടേക്ക് ഓഫ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ടേക്ക് ഓഫ് യുവർ ഷൂസ് ബിഫോർ കമ്മിങ് ഇൻസൈഡ്. ഉള്ളിൽ കയറുന്നതിൻ്റെ മുന്നേ ഷൂസ് ഊരണം. ഓക്കെ, സോ ഷൂസ് ഊരുന്നതിനെയാണ് നമ്മൾ ടേക്ക് ഓഫ് എന്ന് പറയുന്നത്. എന്താ പറയുക? ടേക്ക് ഓഫ്. അപ്പം പുട്ട് ഓണും ടേക്ക് ഓഫും മനസ്സിലായാലോ. പുട്ട് ഓൺ എന്ന് പറയാൻ ഒരു കാര്യം ഇടുക അല്ലെ, ധരിക്കുക എന്നുള്ളത്. ടേക്ക് ഓഫ് എന്ന് പറയുന്നത് ഊരുന്നതിനെയാണ് നമ്മൾ ടേക്ക് ഓഫ് എന്ന് പറയുന്നത്. അടുത്തത് ടേൺ ഓൺ. ടേൺ ഓൺ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നമ്മൾ ടി വി ഒക്കെ ഓൺ ചെയ്യാന്നൊക്കെ പറയില്ലേ, അതിനെയാണ് നമ്മൾ ടേൺ ഓൺ എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു മെഷീനറിയോ എന്തെങ്കിലും എക്വിപ്മെന്റിനോ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ടേൺ ഓൺ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ക്യാൻ യു ടേൺ ഓൺ ദ ടി വി? ആ ടി വി ഒന്ന് ഓൺ ചെയ്യാവോ എന്നാണ് ഞാൻ ചോദിച്ചേക്കുന്നത്. പക്ഷെ ഇവിടെ പലരും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് ഉണ്ട്. നമ്മളിത് പൊതുവേ ആ ടി വി ഒന്ന് ഓൺ ചെയ്യുമോ എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കണം എന്നുണ്ടെങ്കിൽ ക്യാൻ യു ഓൺ ദ ടി വി എന്നായിരിക്കും നമ്മൾ പൊതുവേ ചോദിക്കാറ് അല്ലേ. സോ ക്യാൻ യു ഓൺ ദ ടി വി എന്ന് മാത്രം ചോദിച്ചാൽ അത് തെറ്റാണ്. അവിടെ നമ്മൾ ഏത് വാക്കും കൂടി യൂസ് ചെയ്യണം? ടേൺ എന്നുള്ളൊരു വാക്കും കൂടി യൂസ് ചെയ്യണം. ക്യാൻ യു ടേൺ ഓൺ ദ ടി വി എന്ന് വേണം പറയാൻ. എന്താ പറയാ? ക്യാൻ യു ടേൺ ഓൺ ദ ടി വി. മനസ്സിലായോ? സോ ദിസ് ഇസ് ദി തേർഡ് ഫ്രേസൽ വെർബ്, ടേൺ ഓൺ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ടി വി ഓൺ ആക്കുന്നതിന് ടേൺ ഓൺ എന്ന് പറയാം. അങ്ങനെയാണ്. അത് ഓഫ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു മെഷീനറിയോ എക്വിപ്മെന്റിനോ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കണം, വർക്ക് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ടേൺ ഓഫ് ആണ്. എന്താ യൂസ് ചെയ്യുക? ടേൺ ഓഫ്. ടേൺ ഓഫ് ദി ലൈറ്റ്സ്. ആ ലൈറ്റ് ഒക്കെ ഒന്ന് ഓഫ് ചെയ്യുക. ടേൺ ഓഫ് ദ ലൈറ്റ്സ്. അപ്പോൾ ടേൺ ഓൺ എന്ന് പറഞ്ഞ ഒരു കാര്യം ഓൺ ചെയ്യുന്നതിനെയാണ്. അതേ കാര്യം നമുക്ക് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടേൺ ഓഫ് എന്ന് പറയാം. ക്ലിയർ ആണോ? ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലുമൊക്കെ കെയർ ചെയ്യില്ലേ, നമ്മൾ നോക്കില്ലേ, അതിനെയാണ് നമ്മൾ ലുക്ക് ആഫ്റ്റർ എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, നമ്മുടെ പേരൻസിനൊക്കെ നമ്മളല്ലേ നോക്കേണ്ടത് അവർക്ക് വയസ്സാകുമ്പം. അതേപോലെ ചെറിയ കുട്ടികളൊക്കെ അവരുടെ പേരൻസ് ആയിരിക്കും നോക്കുന്നത്. ആ നോക്കലാണ് കേട്ടോ. അതിന് നമുക്ക് ലുക്ക് ആഫ്റ്റർ എന്ന് പറയാം. എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഷീ ലുക്സ് ആഫ്റ്റർ ഹർ പേരൻസ്. മീനിങ് എന്താണ്? അവൾ അവളുടെ പേരൻസിനെ നോക്കാറുണ്ട്. ഓക്കെ, നമ്മൾ ശുശ്രൂഷിക്കാന്നൊക്കെ പറയില്ലേ, അതാണ് ഈ ലുക്ക് ആഫ്റ്റർ കൊണ്ട് ഉദ്ദേശിച്ചത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തത് നമുക്ക് നോക്കാം. റൺ ഔട്ട് ഓഫ്. റൺ ഔട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം തീർന്നു പോവുക അല്ലെങ്കിൽ കഴിഞ്ഞു പോകുന്നതിനെയാണ് നമ്മൾ റൺ ഔട്ട് ഓഫ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, മൈ ഫോൺ റാൻ ഔട്ട് ഓഫ് ബാറ്ററി. റൺ ഔട്ട് ഓഫിന്റെ പാസ്റ്റ് ടെൻസ് ആണ് റാൻ ഔട്ട് ഓഫ് കേട്ടോ. എൻ്റെ ഫോണിന്റെ ബാറ്ററി തീർന്നു പോയി, റാൻ ഔട്ട് ഓഫ് ബാറ്ററി. വെള്ളം കഴിഞ്ഞു പോയി, വി റാൻ ഔട്ട് ഓഫ് വാട്ടർ. വെള്ളം കഴിഞ്ഞു പോയി, തീർന്നു പോയി, ഇതിനൊക്കെയാണ് നമ്മൾ റൺ ഔട്ട് ഓഫ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇതെല്ലാം നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ചില ഫ്രേസൽ വെർബ്സ് ആണ്. ഏതൊക്കെയായിരുന്നു? പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം ധരിക്കുക, ടേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ ഊരുക. ഓക്കെ, ടേൺ ഓൺ എന്ന് പറഞ്ഞ ഒരു കാര്യം ഓൺ ചെയ്യുക, ടേൺ ഓഫ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം
ഓഫ് ചെയ്യാം. ഓക്കെ, ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരാളെ അല്ലെങ്കിൽ ഒരു മൃഗമോ എന്തെങ്കിലുമൊക്കെ ആവാം. വി ലുക്ക് ആഫ്റ്റർ ആ പെറ്റ് ആനിമൽസിനൊക്കെ നമ്മളല്ലേ ശുശ്രൂഷിക്കേണ്ടേ. സോ അതിനെ നമുക്ക് ലുക്ക് ആഫ്റ്റർ എന്ന് പറയാം. അതേപോലെ റൺ ഔട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ കാലിയായി പോവുക, തീർന്നു പോവുക, കഴിഞ്ഞു പോവുക, അതിനെയാണ് നമ്മൾ റൺ ഔട്ട് ഓഫ് എന്ന് പറയുന്നത്. അടുത്ത സിറ്റുവേഷൻ നമുക്ക് നോക്കാം, ടെലിഫോണിക് കോൺവെർസേഷൻ. നമ്മൾ ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് യൂസ് ചെയ്യാൻ പറ്റിയ ഫ്രേസൽ വെർബ്സ് നമുക്ക് നോക്കാം. ആദ്യത്തേത് പിക്കപ്പ്. പിക്കപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോൺ എടുക്കുന്നതിനെയാണ് നമ്മൾ പിക്കപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ഷി ഡിഡ്ന്റ് പിക്കപ്പ് വെൻ ഐ കോൾഡ്. അവള് കോൾ എടുത്തില്ല, ഞാൻ വിളിച്ച സമയത്ത് അവള് കോൾ എടുത്തില്ല. അപ്പം എടുക്കുന്നതിനെയാണ് നമ്മൾ പിക്കപ്പ് എന്ന് പറയാ. അങ്ങനെയാണെങ്കിൽ കോൾ എടുക്കുന്നതിന് പിക്കപ്പ് ആണെങ്കിൽ കോൾ വെക്കുന്നതിന് എന്താ പറയാ? ഹാങ് അപ്പ്. എന്താ പറയാ? ഹാങ് അപ്പ് ആണ് കേട്ടോ. ഹാങ് അപ്പ് എന്ന് പറഞ്ഞാൽ കോള് വെക്കുന്നതിനെയാണ്. അപ്പം എക്സാമ്പിൾ കൊടുത്തേക്കുന്നത് പ്ലീസ് ഡോണ്ട് ഹാങ് അപ്പ് മൈ കോൾ. എൻ്റെ കോൾ നീ കട്ട് ചെയ്യരുത് എന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത് കേട്ടോ. കോള് വെക്കരുത്. അപ്പോൾ ഈ കോള് വെക്കുന്നതിനെയാണ് നമ്മൾ ഹാങ് അപ്പ് എന്ന് പറയാം. ഇനി ചില സാഹചര്യങ്ങളിൽ നമ്മൾ പറയും, സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ 1 മിനിറ്റേ ഞാൻ ഇപ്പോൾ വരാം, അല്ലെങ്കിൽ 1 മിനിറ്റേ ഞാൻ അവനിപ്പോൾ വിളിക്കാം. ഇപ്പം എന്നെ വിളിക്കുകയാണ്, എന്നിട്ട് ചോദിക്കുകയാണ് നിന്റെ ബ്രദർ എവിടെ? അപ്പം ഞാൻ ബ്രദർ അപ്പുറത്തുണ്ട്, 1 മിനിറ്റ് ഞാൻ അവനിപ്പോൾ വിളിക്കാം. സോ ഈ 1 മിനിറ്റ് എന്ന് നമ്മൾ പൊതുവെ മലയാളത്തിൽ പറയാറുണ്ട്. ഇതിന് ശരിയായ ഇംഗ്ലീഷ് എന്താണെന്നറിയോ? 2 രീതിയിലായിട്ട് പറയാം. ഒന്ന് ഹാങ് ഓൺ അല്ലെങ്കിൽ ഹോൾഡ് ഓൺ. രണ്ടും ശരിയാണ്. 1 മിനിറ്റ് നിൽക്കെന്ന് പറയില്ലേ, നമ്മൾ സംസാരിക്കുന്നത് ആരാണോ അയാളോട് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറയാൻ വേണ്ടിയാണ് നമ്മൾ ഹാങ് ഓണോ അല്ലെങ്കിൽ ഹോൾഡ് ഓണോ യൂസ് ചെയ്യുന്നത്. ഏതാണ്? ഹാങ് ഓൺ അല്ലെങ്കിൽ ഹോൾഡ് ഓൺ. ശ്രദ്ധിക്കണം, ഹാങ് ഓൺ ആണ്. ഹാങ് അപ്പ് എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യുന്നതിനെയാണ്. ഫോൺ വെക്കുന്നതിന് ഹാങ് അപ്പ് എന്നും, ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറയണമെന്നുണ്ടെങ്കിൽ ഹാങ് ഓൺ എന്നുമാണ് പറയേണ്ടത്. ഇത് ഫോൺ സംസാരിക്കുമ്പോൾ മാത്രമല്ല, അല്ലാത്ത സിറ്റുവേഷനിൽ നമുക്ക് ഹാങ് ഓണും ഹോൾഡ് ഓണും ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പം എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം വേണം, ഞാനത് റൂമിലെ വെച്ചേക്കുന്നത്, ഹാങ് ഓൺ, ഞാനിപ്പോൾ എടുത്ത് വരാം. മനസ്സിലായോ? ഇപ്പം എനിക്ക് ഒരു ബുക്ക് വേണം, അപ്പം ഞാനത് വീട്ടിലാണ് വെച്ചേക്കുന്നത്, അപ്പം ഞാൻ വീട്ടിൽ പോയി എടുത്തു വരാം. സോ ഹാങ് ഓൺ, ഞാൻ വീട്ടിൽ പോയി എടുത്തു വരാം. സോ ഒരാളോട് വെയിറ്റ് ചെയ്യാൻ പറയുന്നതിന് നമുക്ക് ഹാങ് ഓണും ഹോൾഡ് ഓണും ഒക്കെ യൂസ് ചെയ്യാം. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ അടുത്തതിലേക്ക് നമുക്ക് പോകാം. ഗെറ്റ് ബാക്ക്. ഗെറ്റ് ബാക്ക് എന്ന് പറഞ്ഞാൽ ഒരാളോട് ഞാൻ പറയുകയാണ് ഞാൻ നിന്നെ തിരിച്ച് വിളിക്കാം. സോ ഒരാളോട് നമുക്ക് തിരിച്ച് എന്തെങ്കിലും നമ്മൾ കണക്ട് ചെയ്യാം എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ഗെറ്റ് ബാക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു സൂൺ. ഞാൻ വേഗം തന്നെ നിന്നെ തിരിച്ച് കണക്ട് ചെയ്യാം, തിരിച്ച് വിളിക്കാം, അല്ലെങ്കിൽ തിരിച്ച് മീറ്റ് ചെയ്യാം, എന്തെങ്കിലുമൊക്കെ. സോ തിരിച്ച് നമ്മൾ ഒരാളായിട്ട് ബന്ധപ്പെടുന്നതിനെയാണ് നമ്മൾ ഗെറ്റ് ബാക്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അടുത്തത് ബ്രേക്കപ്പ്. ബ്രേക്കപ്പ് എന്ന് പറഞ്ഞാൽ പൊതുവേ നമുക്ക് ഒറ്റൊരു മീനിങ്ങേ ഉള്ളൂ. ഒരു റിലേഷൻഷിപ്പ് തെറ്റിപ്പോകുന്നതിനെയാണ് നമ്മൾ ബ്രേക്കപ്പ്, അല്ലെങ്കിൽ നിർത്തി പോകുന്നതിനെയാണ് നമ്മൾ ബ്രേക്കപ്പ് എന്ന് പറയാം. പക്ഷെ ഒരു ടെലിഫോണിക് കോൺവെർസേഷൻ, അതായത് ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് ബ്രേക്കപ്പ് എന്നുള്ളൊരു ഫ്രേസൽ വെർബ് നമ്മൾ യൂസ് ചെയ്യും. ഇതിൻ്റെ മീനിങ് വേറെ തന്നെയാണ്. എന്താ ഞാൻ പറഞ്ഞുതരാം. ചില സിറ്റുവേഷൻസിൽ നമ്മൾ ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് കേൾക്കുന്നുണ്ടാവില്ല, ആൾക്ക് അവിടെ റേഞ്ച് ഉണ്ടാവില്ല അല്ലേ. ചില സമയത്ത് ഇങ്ങനെ കട്ട് ആയിട്ടായിരിക്കും കേൾക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ പറയുക, തീരെ ക്ലിയർ ഇല്ല, അവിടെ റേഞ്ച് ഇല്ലേ, നീ ഒന്ന് മാറി നിൽക്കുന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഈ സംസാരം ക്ലിയർ അല്ലാത്ത സമയത്ത് നമുക്ക് പറയുന്ന ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രേസൽ വെർബാണ് ബ്രേക്കപ്പ്. ഓക്കെ, യു ആർ ബ്രേക്കിംഗ് അപ്പ്, ഐ കാൺട്ട് ഹിയർ യു. നിന്റെ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്, എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. അവിടെയാണ് നമ്മൾ ബ്രേക്കപ്പ് എന്നുള്ളൊരു ഫ്രേസൽ വെർബ് യൂസ് ചെയ്യുന്നത്. ഇതിന് വേറൊരു മീനിങ് ഉണ്ട്. ആ മീനിങ് പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, റിലേഷൻഷിപ്പ് നിന്ന് പോവുക. അപ്പോൾ ഇതിന് 2 മീനിങ് ഉണ്ട്. ഒന്ന് ഈ റിലേഷൻഷിപ്പിനെ പറ്റിയുള്ളത്, മറ്റേത് ഫോണിൽ സംസാരിക്കുമ്പം ക്ലിയർ ആവുന്നില്ലെങ്കിൽ, അതായത് നമ്മുടെ വോയിസ് ഇങ്ങനെ ബ്രേക്ക് ആവുന്നുണ്ട്, കട്ട് ആവുന്നുണ്ടെങ്കിൽ യു ക്യാൻ സേ ബ്രേക്കപ്പ്. യു ആർ ബ്രേക്കിംഗ് അപ്പ്, ഐ കാൺട്ട് ഹിയർ യു. നീ പറയുന്നതെല്ലാം ബ്രേക്ക് ആവുന്നുണ്ട്, എനിക്ക് നിന്നെ കേൾക്കാൻ പറ്റുന്നില്ല. ഓക്കെ, സോ ഇതാണ് ടെലിഫോണിക് കോൺവെർസേഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ചില ഫ്രേസൽ വെർബ്. ഫോൺ എടുക്കുന്നതിന് എന്താ പറയുക? പിക്കപ്പ്. ഫോൺ വെക്കുന്നതിന് ഹാങ് അപ്പ്. 1 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറയുന്നതിന് ഒന്നെങ്കിൽ ഹാങ് ഓൺ എന്ന് പറയാം, അല്ലെങ്കിൽ ഹോൾഡ് ഓൺ എന്ന് പറയാം. ഇനി ഞാൻ തിരിച്ച് വിളിക്കാം എന്ന് പറയണമെന്നുണ്ടെങ്കിലോ ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു എന്ന് പറയാം. അതേപോലെ സംസാരിക്കുന്നത് കേൾക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ യു ക്യാൻ സേ യു ആർ ബ്രേക്കിംഗ് അപ്പ്. ഓക്കെ, സോ ബ്രേക്കപ്പ്. ഇതൊക്കെയാണ് ടെലിഫോണിക് കോൺവെർസേഷൻ. അടുത്തത് ട്രാവലാണ്. നമ്മളൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാൻ പറ്റിയ ചില ഫ്രേസൽ വെർബ്. ഇത് കുറച്ച് അധികം ഉണ്ട്, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. ഓക്കെ, ഇനിയുള്ളത് ട്രാവലാണ്. സോ ട്രാവലിൽ യൂസ് ചെയ്യാൻ പറ്റിയ ചില ഫ്രേസൽ വെർബ്സ് നമുക്ക് നോക്കാം. അതായത് യാത്ര ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാൻ പറ്റിയ ഫ്രേസൽ വെർബ്. സോ ഫസ്റ്റ് വൺ, സെറ്റ് ഓഫ്. സെറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ഒരു യാത്ര തുടങ്ങുന്നതിനെയാണ് നമ്മൾ സെറ്റ് ഓഫ് എന്ന് പറയുന്നത് കേട്ടോ. വി സെറ്റ് ഓഫ് ഏർലി, നമ്മൾ നേരത്തെ ഇറങ്ങി. സോ ഒരു സ്ഥലത്ത് നിന്ന് ഇറങ്ങുക അല്ലെങ്കിൽ ഒരു യാത്ര തുടങ്ങുന്നതിനെയാണ് നമ്മൾ സെറ്റ് ഓഫ് എന്ന് പറയുന്നത്. എന്താണ് സെറ്റ് ഓഫ്? ഓഫ് ശ്രദ്ധിക്കണം, 2 ഓഫ് ഉണ്ട് കേട്ടോ. വി സെറ്റ് ഓഫ് ഏർലി, നമ്മൾ നേരത്തെ ഇറങ്ങി. ഓക്കെ, ഇനി ഇറങ്ങുന്നതിന് സെറ്റ് ഓഫ് ആണെങ്കിൽ തിരിച്ചു വരുന്നതിന് എന്താ പറയുക?
ഗെറ്റ് ബാക്ക്. എന്താ പറയാ? ഗെറ്റ് ബാക്ക്. ഐ വിൽ ഗെറ്റ് ബാക്ക് ബൈ നൈറ്റ്. ഞാൻ രാത്രി ആകുമ്പോഴത്തേക്കും തിരിച്ചെത്താം. സോ ഗെറ്റ് ബാക്കിന് വേറൊരു മീനിങ് കൂടി നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. തിരിച്ച് വിളിക്കാം എന്ന് പറയുന്നതിന് നമ്മൾ ഗെറ്റ് ബാക്ക് പറയും. അതുപോലെ എവിടേക്കെങ്കിലും നമ്മൾ തിരിച്ച് എത്തുന്നതിന് നമുക്ക് ഗെറ്റ് ബാക്ക് എന്ന് പറയാം കേട്ടോ. ഐ വിൽ ഗെറ്റ് ബാക്ക് ബൈ നൈറ്റ്. ഞാൻ രാത്രി നേരത്തെ എത്തും. ഹി ഗോട്ട് ബാക്ക് വെരി ലേറ്റ് യെസ്റ്റർഡേ. അവൻ ഇന്നലെ വളരെ വൈകിട്ടാണ് തിരിച്ചെത്തിയത്. അപ്പം തിരിച്ചെത്തുക എന്ന് പറയണമെങ്കിൽ നമുക്ക് ഗെറ്റ് ബാക്ക് എന്നുള്ളൊരു ഫ്രേസൽ വെർബ് യൂസ് ചെയ്യാം. ക്ലിയർ ആണോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ അടുത്തത്, നമ്മൾ പൊതുവേ എവിടേക്കെങ്കിലും ഒക്കെ പോകുന്ന സമയത്ത് അയ്യോ നീ എന്നെ വഴിയിലൊന്നും അവിടെ തട്ടിത്തരുമോ എന്ന് ചോദിക്കാറില്ലേ? ഇത് മലബാറി മലയാളമാണ്. തട്ടിത്തരുമോ എന്ന് ഉദ്ദേശിച്ച് അവിടെ നിന്ന് ഇറക്കി തരുമോ നമ്മൾ പറയാറില്ലേ? ഇപ്പോൾ ഫ്രണ്ടിനോടോ അല്ലെങ്കിൽ നമ്മുടെ എസ്പെഷ്യലി എവിടേക്കെങ്കിലും ഒക്കെ പോവുകയാണെങ്കിൽ ബ്രദറിനോട് പറയുമോ നീ ഓഫീസിൽ പോകുന്ന വഴി എന്നെ കോളേജിലൊന്ന് ഡ്രോപ്പ് ചെയ്യുമോ എന്ന് ചോദിക്കാറില്ലേ? അപ്പം ഞാൻ യൂസ് ചെയ്ത വേർഡ് എന്താണ് അവിടെ? ഡ്രോപ്പ്. ഓക്കെ, വെറും ഡ്രോപ്പ് അല്ല, ഡ്രോപ്പിനോട് വേറൊരു ചെറിയ ഫ്രേസും കൂടി യൂസ് ചെയ്യണം. ദാറ്റ് ഇസ് ഡ്രോപ്പ് ഓഫ്. എന്താണ് ഡ്രോപ്പ് ഓഫ്? ഡ്രോപ്പ് ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ വഴിയിൽ, നമ്മൾ പോകുന്ന വഴി കൂടെ എവിടെയെങ്കിലും നമ്മൾ ഒരാളെ ഇറക്കി കൊടുക്കുന്നതിനെയാണ് ഡ്രോപ്പ് ഓഫ് എന്ന് പറയുന്നത് കേട്ടോ. ക്യാൻ യു ഡ്രോപ്പ് മീ ഓഫ് ഓൺ ദ വേ? നീ പോകുന്ന വഴിയിൽ എന്നെ ഒന്ന് ഇറക്കി തരാവോ? എവിടെയെങ്കിലും ഇറക്കി കൊടുക്കാം. നമ്മൾ പോകുന്ന വഴി തന്നെ ആവണമെന്നില്ല. ഇപ്പം ഞാൻ പറയണം എന്നെ നാളെ നീ ഒന്ന് കോളേജിൽ ഇറക്കി തരണം. ക്യാൻ യു പ്ലീസ് ഡ്രോപ്പ് മീ ഓഫ് അറ്റ് ദ കോളേജ് ടുമോറോ? ഓക്കെ, സോ കോളേജിൽ നീ നാളെ ഇറക്കി തരുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പം ഒരു സ്ഥലത്ത് ഇറക്കി കൊടുക്കുന്നതിനെ നമുക്ക് ഡ്രോപ്പ് ഓഫ് എന്ന് പറയാം. അടുത്തത്, നമ്മൾ പൊതുവേ പുറത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ വീട്ടിലാവില്ല സ്റ്റേ ചെയ്യുന്നത്. നമ്മൾ പൊതുവേ ഹോട്ടൽസിലോ റെസ്റ്റോറൻറ്റ്സിലോ റെസ്റ്റോറൻറ്റ്സിൽ റൂം കിട്ടില്ല. റെസ്റ്റോറൻറ്റ്സ് ഇസ് ഓൺലി ഫോർ ഈറ്റിംഗ് ഫുഡ് കേട്ടോ. ഹോട്ടൽസ് ആണെങ്കിൽ അവിടെ സ്റ്റേയും ഉണ്ടാവും ഫുഡും ഉണ്ടാവും. പിന്നെ ഉണ്ടാവുക റിസോർട്ട്സ് ആണ്. റിസോർട്ടിൽ പൊതുവേ പല പല റൂംസ് ഒക്കെ ഉണ്ടാവും. നമ്മൾ അവിടെ ആയിരിക്കും പൊതുവേ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു ട്രിപ്പ് പോയി എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ നമ്മുടെ റിസോർട്ടിലെത്തി. അപ്പോൾ നമ്മൾ അവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ചെക്ക് ഇൻ ആണ്. ചെക്ക് ഇൻ എന്ന് പറഞ്ഞാൽ ഒരു റൂമിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടിയിലേക്ക് നമ്മൾ കയറി അപ്പോയിന്റ് ചെയ്ത് നമ്മളവിടെ കയറി ചെന്നു എന്ന് നമ്മൾ ഫോർമലി നമ്മൾ അവിടെ സൈൻ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് ചെക്ക് ഇൻ എന്ന് പറയുന്നത് കേട്ടോ. സോ വി ഹാവ് ടു ചെക്ക് ഇൻ അറ്റ് 12 PM. നമ്മൾ 12 മണിക്ക് തന്നെ ചെക്ക് ഇൻ ചെയ്യണം. അപ്പം നേരെ മറിച്ച് ആ റിസോർട്ടിൽ നിന്ന് തിരിച്ച് ഇറങ്ങുന്നതിന് നമ്മൾ ചെക്ക് ഔട്ട് എന്നാണ് പറയുക. എന്താ പറയുക? ചെക്ക് ഔട്ട്. ചെക്ക് ഇൻ എന്ന് പറയുന്നത് ഒരു പുതിയ പ്രോപ്പർട്ടിയിലേക്ക് നമ്മൾ കയറുന്നത്, ഇറങ്ങുവാണെങ്കിൽ ചെക്ക് ഔട്ട് ആണ്. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് വെൻ ഇസ് ദ ചെക്ക് ഔട്ട്? എപ്പോഴാണ് ചെക്ക് ഔട്ടിൻ്റെ സമയം എപ്പോഴാണ് എന്നാണ് ഞാൻ ചോദിച്ചേക്കുന്നത്. ക്ലിയർ ആണോ? സോ ചെക്ക് ഇൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു സ്ഥലത്തേക്ക് കയറുക, ചെക്ക് ഔട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ആ സ്ഥലത്ത് നിന്ന് ഇറങ്ങുന്ന സമയം. ഓക്കെ. അടുത്തത് ഗെറ്റ് ഓൺ. ഗെറ്റ് ഓൺ എന്ന് പറഞ്ഞാൽ ഒരു വെഹിക്കിളിലേക്ക്, ഒരു വണ്ടിയിലേക്ക് നമ്മൾ കയറുന്നതിനെയാണ് നമ്മൾ ഗെറ്റ് ഓൺ എന്ന് പറയാം കേട്ടോ. ഹി ഗോട്ട് ഓൺ ദ ബസ്. അവൻ ബസ്സിലേക്ക് കയറി. അപ്പം ഒരു വണ്ടിയിലേക്ക് കയറുന്നതിനെയാണ് നമ്മൾ ഗെറ്റ് ഓൺ എന്ന് പറയുന്നത്. ഗെറ്റ് ഓൺ എന്ന് പറഞ്ഞാൽ കയറുക, ഗോട്ട് ഓൺ എന്ന് പറഞ്ഞാൽ കയറി. ഓക്കെ, ഹി ഗോട്ട് ഓൺ ദ ബസ്. അവൻ ബസ്സിലേക്ക് കയറി. ഓൾറെഡി കഴിഞ്ഞതുകൊണ്ടാണ് ഗെറ്റിനെ നമ്മൾ ഗോട്ട് ആക്കിയത്. ഗെറ്റിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഗോട്ട്. ഓക്കെ, സോ ഹി ഗോട്ട് ഓൺ ദ ബസ്. അവൻ ബസ്സിലേക്ക് കയറുന്നതിന് ഗെറ്റ് ഓൺ ആണെങ്കിൽ ഒരു വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതിന് എന്താ പറയാ? ഗെറ്റ് ഓഫ് ആണ്. എന്താ പറയാ? ഗെറ്റ് ഓഫ്. ഗെറ്റ് ഓഫ് കെയർഫുള്ളി. ശ്രദ്ധിച്ചിറങ്ങ് എന്ന് നമ്മൾ പറയാറില്ലേ? വണ്ടിയിലൊക്കെ കയറുന്ന സമയത്ത് ഗെറ്റ് ഓഫ് കെയർഫുള്ളി എന്ന് പറയാറുണ്ട്. ശ്രദ്ധിച്ചിറങ്ങുക എന്ന് പറയാം അല്ലേ? സോ കയറുന്നതിന് ഗെറ്റ് ഓൺ ആണെങ്കിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതിന് ഗെറ്റ് ഓഫ് എന്ന് പറയാം. അടുത്തത് സ്റ്റോപ്പ് ഓവർ. സ്റ്റോപ്പ് ഓവർ എന്ന് പറഞ്ഞാൽ ചില സമയത്ത് നമ്മുടെ യാത്ര വളരെ അധികം ഉണ്ടെങ്കിൽ, കുറച്ച് ദൂരം വഴിയുള്ള യാത്രയാണെങ്കിൽ പോകുന്ന വഴി നമ്മൾ എവിടെയെങ്കിലുമൊക്കെ നിർത്താറില്ലേ അല്ലേ? അപ്പം നമ്മുടെ പെർമനൻറ്റ് സ്റ്റോപ്പ് അല്ല, അത് ടെമ്പററി ആയിട്ട് കുറച്ച് സമയത്തേക്ക് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് പുൾ ഓവർ ചെയ്താൽ, പുൾ ഓവർ എന്ന് പറഞ്ഞാൽ നമ്മൾ നിർത്തിയാൽ അതിനെ നമ്മൾ സ്റ്റോപ്പ് ഓവർ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, വി സ്റ്റോപ്ഡ് ഓവർ ഇൻ ദുബായ് ഫോർ എ നൈറ്റ് ഓൺ അവർ വേ ടു ലണ്ടൻ. നമ്മൾ ലണ്ടനിലേക്ക് പോകുന്ന വഴി ദുബായിലൊന്ന് സ്റ്റോപ്പ് ഓവർ ചെയ്തു. ഒരൊറ്റ രാത്രിയിലേക്കായിട്ട് നമ്മൾ ദുബായിലൊന്ന് നിർത്തി. സോ ആ ഒരു ടെമ്പററി നിർത്തത്തിനെയാണ് നമ്മൾ സ്റ്റോപ്പ് ഓവർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിപ്പോൾ വലിയൊരു ട്രിപ്പായി പോയി ലണ്ടനിലേക്ക് പോകുന്ന വഴി ദുബായിൽ നിർത്തി. ഇല്ല ചെറിയൊരു ട്രിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഐ സ്റ്റോപ്ഡ് ഓവർ അറ്റ് മൈ ആൻസ് പ്ലേസ് വെൻ ഐ വെന്റ് ഓൺ മൈ വേ ടു വയനാട്. വയനാട് പോകുന്ന വഴി ഞാൻ എൻ്റെ ആൻറ്റിൻ്റെ വീട്ടിലൊന്ന് ചെറുതായിട്ട് നിർത്തി. മേ ബി ഒരു ദിവസം ഒരു രാത്രി നിൽക്കാനായിരിക്കാം, അല്ലെങ്കിൽ ഫ്രഷ് ആവാനായിരിക്കാം. അങ്ങനെ പല കാരണങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെറിയ സമയത്തേക്ക് ഒരു സ്ഥലത്ത് നിർത്തുന്നതിനെയാണ് നമ്മൾ സ്റ്റോപ്പ് ഓവർ എന്ന് പറയുന്നത്. നമ്മുടെ മൊത്തം യാത്ര അവിടെ തീരില്ല, യാത്ര ഇനിയുണ്ട്. യാത്രയുടെ വഴിയിൽ നമ്മൾ എവിടെയെങ്കിലും കുറച്ച് നേരത്തേക്ക് നിർത്തുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ സ്റ്റോപ്പ് ഓവർ എന്ന് പറയുന്നത്. എന്താ പറയുക? സ്റ്റോപ്പ് ഓവർ. ഓക്കെ, സോ ഇത്രയൊക്കെയാണ് നമ്മൾ യൂഷ്വലി ട്രാവൽ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന ഫ്രേസൽ വെർബ്. യാത്രാ സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ചില ഫ്രേസൽ വെർബ്. ഇനി നമ്മുടെ ജോലിയോ അല്ലെങ്കിൽ നമ്മുടെ പഠിത്തമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഫ്രേസൽ വെർബും കൂടി നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ?
നമ്മുടെ പഠിത്തം അല്ലെങ്കിൽ നമ്മുടെ ജോലിയായിട്ട് ബന്ധപ്പെട്ടത്. ആദ്യത്തേത് കോൾ ഓഫ് ആണ്. ഇത് ജോലി മാത്രമല്ല, അല്ലാത്ത സിറ്റുവേഷനിൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. കോൾ ഓഫ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം ക്യാൻസൽ ചെയ്യുന്നതിനെയാണ്. ഫോർ എക്സാമ്പിൾ, ദേ കോൾഡ് ഓഫ് ദി ഇവന്റ്. ആ ഇവന്റ് അവർ മാറ്റി വെച്ചു, അല്ലെങ്കിൽ നിർത്തി വെച്ചു, അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്തു എന്ന് പറയുന്നതാണ്. ഇത് വേറൊരു സാഹചര്യം എവിടെയാണ് യൂസ് ചെയ്യുക? വെഡ്ഡിങ്, കല്യാണമൊക്കെ മാറ്റി വെച്ചു അല്ലെങ്കിൽ നിർത്തി വെച്ചു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ആ സമയത്ത് നമുക്ക് കോൾ ഓഫ് യൂസ് ചെയ്യാം. ദേ കോൾഡ് ഓഫ് ദ വെഡ്ഡിങ്. അവർ വെഡ്ഡിങ് വേണ്ടാന്ന് വെച്ചു അല്ലെങ്കിൽ നിർത്തി വെച്ചു. അല്ലെങ്കിൽ മീറ്റിംഗ് വേണ്ടാന്ന് വെച്ചു. ദേ കോൾഡ് ഓഫ് ദ മീറ്റിംഗ്. ദ മാനേജർ കോൾഡ് ഓഫ് ദ മീറ്റിംഗ്. അതായത് മാനേജർ മീറ്റിംഗ് വേണ്ടാന്ന് വെച്ചു, അല്ലെങ്കിൽ നിർത്തി വെച്ചു, അല്ലെങ്കിൽ മാറ്റി വെച്ചു. ഇതൊക്കെയാണ് കോൾ ഓഫ് എന്നുള്ളൊരു ഫ്രേസൽ വെർബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? കോൾ ഓഫ് എന്ന് പറഞ്ഞാൽ മാറ്റി വെക്കുക, കോൾ ഓഫ് ക്യാൻസൽ ചെയ്യുക. ദേ കോൾഡ് ഓഫ് ദ ഇവന്റ്. അടുത്തത് ഡ്രോപ്പ് ഔട്ട് ആണ്. ഡ്രോപ്പ് ഔട്ട് നമ്മൾ പൊതുവെ എവിടെ യൂസ് ചെയ്യുക? എല്ലാവരും കേട്ടിട്ടുള്ളൊരു ഫ്രേസൽ വെർബ് ആയിരിക്കും. സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ ചില കുട്ടികൾ പഠിത്തം നിർത്തി ഇറങ്ങില്ലേ, കംപ്ലീറ്റ് ചെയ്യാണ്ട് ഇടയിൽ കൂടെ നിർത്തി ഇറങ്ങുന്നതിനെയാണ് ഡ്രോപ്പ് ഔട്ട് എന്ന് പറയുന്നത്. സോ ഹീ ഡ്രോപ്ഡ് ഔട്ട് ഓഫ് സ്കൂൾ. ഫോർ എക്സാമ്പിൾ, ഹീ ഡ്രോപ്ഡ് ഔട്ട് ഓഫ് സ്കൂൾ ടു വർക്ക്. അവൻ ജോലി ചെയ്യാനായിട്ട് സ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്തു, ഡ്രോപ്പ് ഔട്ട് ആയി. സോ ഡ്രോപ്പ് ഔട്ട് എന്ന് പറഞ്ഞാൽ അവരുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഒരാൾ അവരുടെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ, അത് സ്കൂളാവണമെന്നില്ല, അത് കോളേജ് ആവാം, എവിടെ വേണമെങ്കിലും ആവാം. അപ്പോൾ അവർ പഠിക്കുന്ന ആ ഒരു സ്ഥലത്തിനെയാണ് നമ്മൾ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ആ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും അവരുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാണ്ട് അവർ ഇറങ്ങുന്നതിനെയാണ് നമ്മൾ ഡ്രോപ്പ് ഔട്ട് എന്ന് പറയുന്നത്. ചില സമയത്ത് ആളുടെ കയ്യിരിപ്പോണ്ടും അവർ ഡ്രോപ്പ് ഔട്ട് ആവാം അല്ലേ? മേ ബി കുർത്തക്കേടുകൊണ്ട് ഹി വാസ് ഡ്രോപ്ഡ് ഔട്ട് ഓഫ് കോളേജ് ബിക്കോസ് ഓഫ് ഹിസ് ആംഗർ ഇഷ്യൂസ്. അവൻ്റെ ദേഷ്യം കൊണ്ട് അവൻ സ്കൂളിൽ നിന്ന് ഇറങ്ങി എന്നുള്ളൊരു മീനിങ്ങും ആവാം. അത് കാരണം എന്ത് വേണമെങ്കിലും ആവാം. പക്ഷെ ബേസിക്കലി ഡ്രോപ്പ് ഔട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിൽ നിന്ന് ഇറങ്ങുന്നത്, സ്കൂളോ കോളേജോ എവിടെന്നാ വെച്ചാൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാണ്ട്, നമ്മുടെ പഠനം പൂർത്തിയാക്കാണ്ട് നമ്മൾ ഇറങ്ങുന്നതിനെയാണ് ഡ്രോപ്പ് ഔട്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. അടുത്തത് ഫിൽ ഔട്ട് ആണ്. ഫിൽ ഔട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവേ ഇങ്ങനത്തെ ഗവൺമെൻറ് ഓഫീസിൽ പോകുമ്പം അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിലൊക്കെ പോകുമ്പം ആദ്യം തന്നെ നമുക്ക് അവരൊരു ഫോം തരും, അത് നമ്മളോട് പൂരിപ്പിക്കാൻ പറയും അല്ലേ? സോ ഈ ഫോം പൂരിപ്പിക്കുന്നതിനെയാണ് ഫിൽ ഔട്ട് എന്ന് പറയുന്നത് കേട്ടോ. ഫിൽ ഔട്ട് ദിസ് ഫോം ആൻഡ് സബ്മിറ്റ് ഇറ്റ്. ഈ ഫോം ഫിൽ ചെയ്തിട്ട് കൊടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അപ്പം വെറും ഫിൽ എന്ന് പറയരുത്, ഫിൽ ഔട്ട് എന്ന് വേണം പറയാൻ. ഫിൽ ഔട്ട് ദിസ് ഫോം ആൻഡ് സബ്മിറ്റ് ഇറ്റ്. പൊതുവേ നമ്മൾ പറയാറുള്ളത് ഫിൽ ദിസ് ഫോം ആൻഡ് സബ്മിറ്റ് ഇറ്റ് ആണ്. ഫിൽ അല്ല, ഫിൽ ഔട്ട് എന്ന് വേണം പറയാനായിട്ട്. ഫിൽ ഔട്ട് ദിസ് ഫോം ആൻഡ് സബ്മിറ്റ് ഇറ്റ്. അടുത്തത് ഗോ ഓവർ. ഗോ ഓവർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ചെയ്തു വെച്ച കാര്യങ്ങളെ ഒന്നും കൂടി നമ്മളൊന്ന് നോക്കില്ലേ, ഇതൊക്കെ ശരിയാണോ, ഇതിലെന്തെങ്കിലും തെറ്റുണ്ടോ. നമ്മൾ മേ ബി ഒരു പ്രസൻറ്റേഷൻ മൊത്തം ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അതൊന്നും കൂടി ശരിയല്ലേ എന്ന് നോക്കില്ലേ, അതാണ് ഗോ ഓവർ. ഗോ ഓവർ ദ പേപ്പർ ബിഫോർ സബ്മിറ്റിംഗ് ഇറ്റ്. അപ്പം സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ നീ എഴുതി വെച്ചൊക്കെ ഒന്ന് നോക്കിക്കോ, എന്തെങ്കിലും തെറ്റുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യില്ലേ, അതിനാണ് ഗോ ഓവർ എന്ന് പറയാം. ഓക്കെ. അവസാനത്തേത് ബ്രഷ് അപ്പ്. ബ്രഷ് അപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ച കാര്യങ്ങളോ അല്ലെങ്കിൽ പഠിച്ചോ അല്ലെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച കാര്യങ്ങളൊന്ന് ഓർത്തെടുക്കുന്നതിനെയാണ് ബ്രഷ് അപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ഐ നീഡ് ടു ബ്രഷ് അപ്പ് ഓൺ മൈ പ്രസൻറ്റേഷൻ സ്കിൽസ്. മേ ബി പ്രസൻറ്റേഷനൊക്കെ ഫുൾ സെറ്റ് ചെയ്ത് വെച്ചായിരിക്കും, നമ്മൾ ഒന്നും കൂടി ഓർത്തെടുക്കുകയാണ് പെട്ടെന്ന്. ബ്രഷ് അപ്പ് ചെയ്യാന്ന് പറയും. ബ്രഷ് അപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത കാര്യങ്ങൾ ഒന്നും കൂടി പെട്ടെന്ന് ഓർത്തെടുക്കുന്നതിനെയാണ് ബ്രഷ് അപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇതാണ് പഠനവും അല്ലെങ്കിൽ നമ്മുടെ ജോലിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില ഫ്രേസൽ വെർബ്. ഏതൊക്കെയായിരുന്നു? കോൾ ഓഫ് എന്ന് പറഞ്ഞ ഒരു കാര്യം ക്യാൻസൽ ചെയ്യുക എന്നുള്ളതാണ്. ഡ്രോപ്പ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഒരാൾ നമ്മുടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും അവരുടെ കോഴ്സ് ഒന്നും കംപ്ലീറ്റ് ചെയ്യാണ്ട് പഠനം പൂർത്തിയാക്കാണ്ട് ഇറങ്ങുന്നതിനെയാണ്. ഫിൽ ഔട്ട് എന്ന് പറഞ്ഞാൽ ഈ ഫോമൊക്കെ പൂരിപ്പിക്കുന്നതിനെയാണ്. ഗോ ഓവർ എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ച് നോക്കുന്നതിന്, ഒരു ചെയ്ത കാര്യം ഒന്നും കൂടി ഒന്ന് നോക്കുക, ചെക്ക് ചെയ്യാന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ബ്രഷ് അപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ഒരു കാര്യം ഓർത്തെടുക്കുക, പഠിച്ച കാര്യങ്ങളൊന്ന് ഓർത്തെടുക്കുക, ഓർമ്മയുണ്ടോ എന്നൊക്കെ നോക്കില്ലേ, അതിനാണ് ബ്രഷ് അപ്പ് എന്ന് പറയാം. ഇത്രയാണ് നമ്മൾ ഇന്ന് പഠിച്ച ഫ്രേസൽ വെർബ്. പക്ഷേ ഇവിടെയും ചില സാഹചര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരേ ഫ്രേസൽ വെർബിന് ഒന്നിലധികം മീനിങ് ഉണ്ടാവും. എവിടേക്കായിരുന്നു അത്? ഒന്ന് ഗെറ്റ് ബാക്ക് ആണ്. ഇവിടെ ഗെറ്റ് ബാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ച് വിളിക്കുക എന്നുള്ളതാണ്. യാത്രയുടെ സമയത്ത് ഗെറ്റ് ബാക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ തിരിച്ചെത്തുക എന്നുള്ള മീനിങ് ആണ്. അതേപോലെ ബ്രേക്കപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നേരത്തെ പറഞ്ഞു, രണ്ട് മീനിങ് ഉണ്ട്. ഒന്ന് നമ്മുടെ റിലേഷൻഷിപ്പ് നിന്ന് പോവുക, അല്ലെങ്കിൽ പറയുന്നത് ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല, ആ സമയത്ത് നമുക്ക് ബ്രേക്കപ്പ് എന്നുള്ളൊരു ഫ്രേസൽ വെർബ് യൂസ് ചെയ്യാം. സോ ഒരേ ഫ്രേസൽ വെർബിന് പല ബന്ധമില്ലാത്ത ഒന്നിലധികം മീനിങ് ഉണ്ടാവും. അതായത് ഒരു ബ്രേക്കപ്പ് എന്ന് പറഞ്ഞാൽ സിറ്റുവേഷൻ, നമ്മുടെ റിലേഷൻഷിപ്പ് ഒക്കെ നിന്ന് പോവുക, മറ്റേത് പറയുന്നത് കേൾക്കുന്നില്ല, രണ്ടും തമ്മിൽ ഒരു ബന്ധമില്ല അല്ലേ? സോ ഇങ്ങനെയാണ് ഫ്രേസൽ വെർബ് വരെ. ഒരു ബന്ധമില്ലാത്ത ചിലപ്പോൾ ഒന്നിലധികം മീനിങ് ഉണ്ടാവും. അതിൻ്റെ രണ്ട് വേർഡ്സും കൂടി നമുക്ക് നോക്കാം കേട്ടോ. ഒന്ന് ടേക്ക് ഓഫ് ആണ്. ടേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളൊരു ടേക്ക് ഓഫ് പഠിച്ചായിരുന്നു. ടേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഡ്രസ്സ്
ഡ്രസ്സ് ഊരുക അല്ലെ, എന്തെങ്കിലും ഒരു കാര്യം ഊരുന്നതിന്, നമ്മൾ ധരിച്ച കാര്യം ഊരുന്നതിന് നമുക്ക് ടേക്ക് ഓഫ് എന്ന് പറയാം. അതല്ലാണ്ട് വേറൊരു മീനിങ് കൂടി ടേക്ക് ഓഫിന് ഉണ്ടാവും. നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. ടേക്ക് ഓഫ് എവിടെയാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക? ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു എന്ന് കേട്ടിട്ടില്ലേ? ടേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലൈറ്റ് ലാൻഡിൽ നിന്നും കയറി പോവുക എന്നുള്ളതാണ്. അപ്പം ആ ഒരു ലാൻഡിൽ നിന്നും, നമ്മുടെ ലാൻഡ് ഏരിയയിൽ നിന്നും പൊങ്ങി പോകുന്നതിന് നമുക്ക് ടേക്ക് ഓഫ് എന്ന് പറയാം. ഫ്ലൈറ്റ് മാത്രമല്ല, റോക്കറ്റ് ഒക്കെ ടേക്ക് ഓഫ് ആവാറുണ്ട് അല്ലേ. സോ ടേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഗ്രൗണ്ടിൽ നിന്നും ലീവ് ചെയ്യുക, പോവുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു കാര്യം റിമൂവ് ചെയ്യുക. അപ്പം 2 മീനിങ് ഇതിനുണ്ട്. രണ്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ബന്ധവുമില്ല. അതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. അപ്പം സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങളത് ശ്രദ്ധിച്ച് യൂസ് ചെയ്യണം. സോ ടേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ 2 മീനിങ് ഉണ്ട്. ഒന്നെങ്കിൽ ടേക്ക് ഓഫ് യുവർ ഷൂസ്, ടേക്ക് ഓഫ് യുവർ വാച്ച്, അപ്പോൾ വാച്ച് ഊരുക എന്നുള്ള മീനിങ്ങും, ദ ഫ്ലൈറ്റ് ടുക്ക് ഓഫ് അല്ലെങ്കിൽ ദ പ്ലെയിൻ ടുക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ ഇത് ഗ്രൗണ്ടിൽ നിന്നും മേളിലേക്ക് കയറിപ്പോയി എന്നുള്ളൊരു മീനിങ് ഉണ്ട്. സോ ടേക്ക് ഓഫിന് 2 മീനിങ് ഉണ്ട്. അതേപോലെ അടുത്തൊരു വേർഡ് ഞാൻ കൊടുത്തേക്കുന്നത് ബ്രേക്ക് ഡൗൺ ആണ്. ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാലും ഇതേപോലെ 2 മീനിങ് ഉണ്ട്. ഒരു മീനിങ് മിക്കവാറും നമുക്ക് അറിയുന്നുണ്ടാവും, വണ്ടിയൊക്കെ ബ്രേക്ക് ഡൗൺ ആയി നമ്മൾ പറയാറില്ലേ. എന്തെങ്കിലും ഒരു എക്വിപ്മെൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെഷീനറിയോ വർക്ക് ചെയ്യുന്നത് സ്റ്റോപ്പ് ആയിപ്പോയി എന്ന് പറയാൻ വേണ്ടി നമുക്ക് ബ്രേക്ക് ഡൗൺ യൂസ് ചെയ്യാം. ഓക്കെ, മൈ കാർ ബ്രോക്ക് ഡൗൺ, എൻ്റെ കാറ് ബ്രേക്ക് ഡൗൺ ആയിപ്പോയി, അല്ലെങ്കിൽ എൻ്റെ കാറ് വണ്ടി ഓടിക്കുന്നത് നിന്നുപോയി എന്ന് പറയാം. അപ്പം ഒരു കാര്യം നിന്നു പോകുന്നതിന് നമുക്ക് ബ്രേക്ക് ഡൗൺ എന്ന് പറയാം. വേറൊരു മീനിങ് കൂടിയുണ്ട്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വേർഡാണ് ബ്രേക്ക് ഡൗൺ. വേറൊരു മീനിങ് ഉണ്ട്, അതെന്താ ഞാൻ പറഞ്ഞുതരാം. ചില സമയങ്ങളിൽ പൊതുവേ എല്ലാവരും പറയാറ് പെൺകുട്ടികൾ എന്നാണ്. പക്ഷെ എന്നാലും എല്ലാവരും നമ്മൾ ജെൻഡർ വെച്ച് പറയണ്ട, ആണ് പെണ്ണെന്നുള്ളൊരു വേർതിരിവ് വേണ്ട. ഒരു മനുഷ്യൻ ഓക്കെ, ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ചിലപ്പോൾ നല്ല സങ്കടമുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കും. നമ്മൾ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കും, കരയാണ്ട് ഇങ്ങനെ പിടിച്ചു നിന്ന് അവസാനം നമ്മുടെ കൺട്രോൾ അങ്ങ് പോയി നമ്മൾ കരഞ്ഞു പോകും അല്ലേ. സോ അങ്ങനെ നമ്മുടെ ഇമോഷണൽ കൺട്രോൾ നഷ്ടപ്പെടുന്നതിന് നമുക്ക് ബ്രേക്ക് ഡൗൺ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഷീ ബ്രോക്ക് ഡൗൺ ഓൺ ഹിയറിംഗ് ദ ന്യൂസ് കേട്ട ഉടനെ, ആ ഒരു ന്യൂസ് കേട്ട ഉടനെ അവൾ ബ്രേക്ക് ഡൗൺ ആയിപ്പോയി, അവൾ കരഞ്ഞുപോയി, അവളുടെ ഇമോഷണൽ കൺട്രോൾ അവൾക്ക് മൊത്തം നഷ്ടപ്പെട്ടു. ഓക്കെ, എന്തെങ്കിലും സങ്കടമുള്ള ഒരു കാര്യം കേൾക്കുമ്പം, നമ്മൾക്ക് വിഷമിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുന്ന സമയത്ത് നമ്മൾ പൊതുവെ ബ്രേക്ക് ഡൗൺ ആവാറുണ്ട്. എല്ലാവരും ബ്രേക്ക് ഡൗൺ ആവാറൊന്നുമില്ല. ചില സ്ട്രോങ് ആൾക്കാർ എന്ത് വന്നാലും ഞങ്ങൾ ബ്രേക്ക് ഡൗൺ ആവില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നവരും ഉണ്ട്. എന്നാൽ ചിലവർ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ കുറച്ച് ഇമോഷണൽ സ്ട്രെങ്ത് കുറവുള്ള ആൾക്കാർ പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആവാറുണ്ട്. ഞാനൊക്കെ പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആവുന്ന കൂട്ടത്തിലാണ് കേട്ടോ. സോ ബ്രേക്ക് ഡൗൺ ആവാന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമോഷണൽ കൺട്രോൾ പെട്ടെന്ന് നഷ്ടപ്പെടുന്നതിനെയാണ് നമ്മൾ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഞാൻ കൊടുത്തേക്കുന്നത് അത് തന്നെയാണ്. ഷീ ബ്രോക്ക് ഡൗൺ ഇൻ ടിയേഴ്സ് ഓൺ ഹിയറിംഗ് ദ ന്യൂസ്. അവൾ കരഞ്ഞുപോയി. എപ്പം ആ ന്യൂസ് കേട്ടപാട് അവൾ കരഞ്ഞുപോയി, അല്ലെങ്കിൽ അവൾ ബ്രേക്ക് ഡൗൺ ആയിപ്പോയി, അവളുടെ ഇമോഷണൽ കൺട്രോൾ അവൾക്ക് നഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. സോ ബ്രേക്ക് ഡൗണിന് 2 മീനിങ്ങും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 2 മീനിങ്ങിനും യാതൊരുവിധ ബന്ധവുമില്ല. മനസ്സിലായോ? സോ ഇതാണ് നമ്മുടെ ഫ്രേസൽ വേർബ് എന്നുള്ള ഇന്നത്തെ ക്ലാസ്. സോ ഫ്രേസൽ വേർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വേർബിൻ്റെ കൂടെ ചെറിയൊരു ഫ്രേസ് നമ്മൾ ചേർത്ത് കൊടുക്കും, എന്നിട്ട് അതിന് വേറെ തന്നെ ഒരു മീനിങ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ വേറെ സിറ്റുവേഷനിൽ പഠിക്കാൻ പറ്റിയ വേറെ ഫ്രേസൽ വേർബ്സ് ആണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഒരുപാട് ഫ്രേസൽ വേർബ്സ് നമ്മൾ പഠിച്ചല്ലേ. ഇനി വെറുതെ പഠിച്ചാൽ മാത്രം പോരാ, പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ യൂസും കൂടി ചെയ്യണം, എന്നാലേ ഇത് ഓർമ്മയിൽ നിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച് ഓക്കെ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി കാണും, നിങ്ങൾ ചിലപ്പോൾ എഴുതിയിട്ടും കാണും, അതവിടെ നിൽക്കും. പിന്നീട് ലൈഫിൽ ഇപ്പം ഇന്ന് ഞാൻ പഠിപ്പിച്ചപ്പോൾ തന്നെ ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് ഞാൻ പഠിപ്പിച്ചത് അല്ലേ. നിങ്ങളുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഫ്രേസൽ വേർബ്സ്, അതേപോലെ ഒരാളോട് സംസാരിക്കുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ ഫ്രേസൽ വേർബ്, നിങ്ങൾ എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ ഫ്രേസൽ വേർബ്, അതേപോലെ പഠിപ്പോ അല്ലെ നിങ്ങളുടെ ജോലിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫ്രേസൽ വേർബ്. സോ ഇതൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ നല്ല രസമുണ്ടാകും. അപ്പം നിങ്ങൾ നാളെ എവിടെയെങ്കിലും യാത്ര പോവുകയാണെങ്കിൽ അവിടെ യൂസ് ചെയ്യാൻ പറ്റിയ ഫ്രേസൽ വേർബ് നിങ്ങളുടെ തലയിൽ ഓൾറെഡി ഉണ്ട്. അത് നിങ്ങൾ പറയണം അല്ലേ, നിങ്ങളത് യൂസ് ചെയ്യണം. യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഞാൻ പഠിപ്പിച്ച് തന്നതിന് ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ പഠിച്ച ഫ്രേസൽ വേർബ്സിനൊക്കെ നിങ്ങളായിട്ടൊന്ന് യൂസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക കേട്ടോ. 1 2 നിങ്ങളായിട്ടൊരു എക്സാമ്പിൾ സെൻറ്റൻസ് ഉണ്ടാക്കിയാൽ മതി, അപ്പം തന്നെ നിങ്ങളുടെ മെമ്മറിയിൽ അത് ഫീഡ് ആയിക്കോളും. ഇനി നമുക്ക് പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടി ഓർത്തെടുക്കാം, പഠിച്ച എല്ലാ ഫ്രേസൽ വേർബും ഒന്നും കൂടി നോക്കാം. ഓക്കെ, സോ ആദ്യം ഡെയിലി ആക്ടിവിറ്റീസ് ആയിരുന്നു. ഏതൊക്കെയാണ്? പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഇടുക, ടേക്ക് ഓഫ് എന്ന് പറഞ്ഞ ഒരു കാര്യം ഊരുക, ടേൺ ഓൺ എന്ന് പറഞ്ഞ ഒരു കാര്യം ഓൺ ചെയ്യുക, ടേൺ ഓഫ് എന്ന് പറഞ്ഞ ഒരു കാര്യം ഓഫ് ചെയ്യുക, ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ശുശ്രൂഷിക്കുക, റൺ ഔട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ തീർന്നു പോവുക. ഓക്കെ, ടെലിഫോണിക് കോൺവെർസേഷനിൽ എന്തൊക്കെയായിരുന്നു? പിക്കപ്പ് എന്ന് പറഞ്ഞാൽ കോൾ എടുക്കുക,
ഹാങ് അപ്പ് എന്ന് പറഞ്ഞാൽ കോള് വെക്കുക, ഹാങ് ഓൺ അല്ലെങ്കിൽ ഹോൾഡ് ഓൺ എന്ന് പറഞ്ഞാൽ 1 മിനിറ്റ് നിൽക്കുക എന്ന് പറയുന്നതിന്, വെയിറ്റ് ചെയ്യുക എന്ന് പറയുന്നതിന്, ഗെറ്റ് ബാക്ക് എന്ന് പറഞ്ഞാൽ തിരിച്ച് വിളിക്കുക എന്ന് പറയുന്നതിന്, ബ്രേക്കപ്പ് എന്ന് പറഞ്ഞാൽ പറയുന്നത് കേൾക്കുന്നില്ല, ക്ലിയർ അല്ലാത്ത സിറ്റുവേഷനിൽ ബ്രേക്കപ്പ് പറയാം. ഇനി ട്രാവൽ ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും യാത്ര ചെയ്യുവാണെങ്കിൽ നമ്മൾ ആ യാത്ര തുടങ്ങുന്നതിന്, ഇറങ്ങുന്നതിന് സെറ്റ് ഓഫ് എന്ന് പറയാം, തിരിച്ചെത്തുന്നതിന് ഗെറ്റ് ബാക്ക് എന്ന് പറയാം. ഇനി എവിടെയെങ്കിലും നമ്മൾ പോകുന്ന വഴിയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മളെ ഇറക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രോപ്പ് ഓഫ് എന്ന് പറയാം. ഇനി നമ്മൾ റിസോർട്ടിലോ ഹോട്ടലിലോ ഒക്കെ പോകുന്ന സമയത്ത് അങ്ങോട്ട് കയറുന്നതിന് ചെക്ക് ഇൻ എന്ന് പറയാം, ഇറങ്ങുന്നതിന് ചെക്ക് ഔട്ട് എന്ന് പറയാം. ഇനി ഒരു വണ്ടി കയറുന്നതിന് നമുക്ക് ഗെറ്റ് ഓൺ എന്ന് പറയാം, വണ്ടിയിൽ നിന്ന് ഇറങ്ങുവാണെങ്കിൽ ഗെറ്റ് ഓഫ് എന്ന് പറയാം. ഇനി നമ്മൾ പോകുന്ന വഴി എവിടെയെങ്കിലും ചെറിയൊരു സമയത്തിന്, കുറച്ച് സമയത്തേക്ക് എവിടെയെങ്കിലും നമ്മൾ നിർത്തുവാണെങ്കിൽ അതിന് നമുക്ക് സ്റ്റോപ്പ് ഓവർ എന്നും പറയാം. ഇനി നമ്മൾ പഠിച്ചത് വർക്കും അതേപോലെ നമ്മുടെ സ്റ്റഡീസും ബന്ധപ്പെട്ടിട്ടുള്ള ഫ്രേസൽ വെർബ്സ് ആണ്. അത് ഏതൊക്കെയാണ്? ഒന്ന് കോൾ ഓഫ് ആണ്. കോൾ ഓഫ് എന്ന് പറഞ്ഞാൽ ഒരു ഇവൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ക്യാൻസൽ ചെയ്യുന്നതിനെയാണ് കോൾ ഓഫ് എന്ന് പറയുക. ഡ്രോപ്പ് ഔട്ട് എന്ന് പറഞ്ഞാൽ സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ ഒക്കെ നമ്മളെ പഠിപ്പ് നിർത്തിയിട്ട് നമ്മൾ ഇറങ്ങുന്നതിനെയാണ്. ഫിൽ ഔട്ട് എന്ന് പറഞ്ഞാൽ ഫോം ഒക്കെ ഫില്ല് ചെയ്യുന്നതിനെയാണ്. ഗോ ഓവർ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഓൾറെഡി ചെയ്ത് വെച്ച കാര്യം നമ്മൾ ഒന്നും കൂടി നോക്കുന്നതിനെയാണ്, കറക്റ്റ് ആണോ ചെക്ക് ചെയ്യാണ്, എന്തെങ്കിലും തെറ്റുണ്ടോ എന്നൊക്കെ നോക്കുന്നതിനെയാണ് ഗോ ഓവർ എന്ന് പറയുക. ബ്രഷ് അപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു വെച്ച കാര്യം ഒന്ന് ഓർത്തെടുക്കുകയാണ്, പെട്ടെന്ന് ഓർത്തെടുക്കുന്നതിനാണ് ബ്രഷ് അപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? പിന്നെ നമ്മൾ പഠിച്ച 2 ഫ്രേസൽ വേർബ് എന്ന് പറഞ്ഞാൽ കാണാൻ ഒരുപോലെയാണ്, ഒരേ വേർഡാണ്, ഒരേ ഫ്രേസൽ വേർബാണ്, പക്ഷെ അതിന് 2 മീനിങ് ഉണ്ട്. അതിൽ പഠിച്ചത് ഒന്ന് ടേക്ക് ഓഫ് ആയിരുന്നു. ടേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മൾ ഈ എന്തെങ്കിലും ഒരു കാര്യം ഊരുന്നതിനും ടേക്ക് ഓഫ് എന്ന് പറയും, അതേപോലെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയെന്ന് നമുക്ക് പറയാം അല്ലേ. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയി, ഗ്രൗണ്ടിൽ നിന്നും കയറുന്നതിന് ടേക്ക് ഓഫ് എന്ന് പറയാം. അതേപോലെ ബ്രേക്ക് ഡൗൺ ആണ്, വണ്ടി ബ്രേക്ക് ഡൗൺ ആയി, അതായത് ഒരു കാര്യം, ഒരു എക്വിപ്മെൻറ്റ്, ഒരു മെഷീനറിയോ വർക്ക് ചെയ്യുന്നത് നിന്നുപോയി എന്ന് പറയാനും ബ്രേക്ക് ഡൗൺ എന്ന് പറയാം. അതേപോലെ നമ്മുടെ ഇമോഷണൽ കൺട്രോൾ മൊത്തത്തിൽ നഷ്ടപ്പെടുവാണെങ്കിൽ അതിനും നമുക്ക് ബ്രേക്ക് ഡൗൺ എന്ന് പറയാം. അതല്ലാണ്ട് നമ്മൾ ഇവിടെയും പഠിച്ചത് ഗെറ്റ് ബാക്ക് ആയിരുന്നു അല്ലേ. ഗെറ്റ് ബാക്ക് എന്ന് പറഞ്ഞാൽ തിരിച്ച് വിളിക്കുക എന്നുള്ള മീനിങ്ങും ഉണ്ട്, തിരിച്ചെത്തുക എന്നുള്ള മീനിങ്ങും ഉണ്ട്. അതേപോലെ ബ്രേക്കപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോടെങ്കിലുള്ള റിലേഷൻഷിപ്പ് നിന്ന് പോകുന്നതിനും ബ്രേക്കപ്പ് എന്ന് പറയാം. അതേപോലെ ഒരാൾ പറയുന്നത് കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിലും നമുക്ക് ബ്രേക്കപ്പ് എന്ന് പറയാം. ക്ലിയർ ആണോ? ഇനിയും എന്തെങ്കിലും സംശയങ്ങൾ ഈ ഏതെങ്കിലും ഫ്രേസൽ വേർബ്സിൽ ഉണ്ടെങ്കിൽ പേടിക്കേണ്ട, നിങ്ങളുടെ പേഴ്സണൽ ട്യൂട്ടറിനോട് ചോദിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ അല്ലേ? സോ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. സോ ടിൽ ദെൻ ടേക്ക് കെയർ ഡിയർ സ്റ്റുഡൻസ് ആൻഡ് ബൈ.